ഡോക്ടർ ജിൻഡോ, മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്രയിൽ പണം ആര് മുടക്കി എന്നതാണ് ചോദ്യമെങ്കിൽ ഒരു മുൻകാല അനുഭവത്തെക്കുറിച്ച് ശ്രീ അനിൽകുമാർ പറഞ്ഞു. അദ്ദേഹം കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തപ്പോൾ അവരുടെ പണം ചിലവ് എടുത്തത് വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ട് അപ്പോൾ പിന്നെ ഈ സ്പോൺസർഷിപ്പ് എന്നൊക്കെയുള്ള ആരോപണം എങ്ങനെ നിലനിൽക്കുമെന്ന ചോദ്യമുണ്ട്. രണ്ട്, ഈ പുതിയ സാങ്കേതിക സംവിധാനങ്ങളുടെയും ഒക്കെ കാലത്ത് എവിടെ ഇരുന്നും ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ഉള്ള സാഹചര്യത്തിൽ എവിടെ ഇരുന്നും ഒരു ഭരണം നടത്താം എന്നതുകൊണ്ട് പകരം ചുമതല ഏൽപ്പിക്കേണ്ട ഒരു സാഹചര്യം ഈ കാലത്തില്ല എന്നതാണ് ഒരു വാദം. മൂന്നാമതായി, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെയൊക്കെ ഭാഗമായി ഉള്ളതുകൊണ്ടും ആ തരത്തിൽ ഏതെങ്കിലും ഒരു സുപ്രധാനമായ തീരുമാനമെടുത്ത് നടപ്പാക്കേണ്ട സാഹചര്യവുമില്ല. ഇങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിവെക്കുമ്പോൾ ഒരു മര്യാദാ ലംഘനം എന്നതിപ്പോൾ നേരത്തെ കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞതുപോലെ ജനങ്ങളോട് പറയാമായിരുന്നു, അതൊരു മര്യാദയായിരുന്നു, അതുണ്ടായില്ല എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റാരോപണങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുക? അല്ല ഗോപി, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ മര്യാദ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും പൊതുജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും പ്രതിപക്ഷത്തോടുള്ള നിലപാടുകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. താങ്കൾ 3 കാര്യങ്ങളാണ് ചോദിച്ചത്. അതിൽ ആദ്യത്തെ കാര്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഇതേ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യ, അവളുടെ അമ്മ, അവരുടെ പെൻഷൻ കാശ് തപ്പിപ്പെറുക്കിയെടുത്ത പണം കൊണ്ടാണ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയത് എന്ന്. അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ആ കമ്പനി തുടങ്ങിയത്. അതേ എക്സാലോജിക് സൊല്യൂഷൻസ് വലിയ നഷ്ടം നേരിട്ടത് കൊണ്ടാണ് പൂട്ടിപ്പോയി എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കൾ സംസാരിക്കപ്പെട്ടോ, ഞാനൊന്ന് പറയട്ടെ. താങ്കൾക്ക് ഇച്ചിരി മുമ്പ് താങ്കൾ തോൽവി സമ്മതിച്ച് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് നിർത്തിപ്പോയ താങ്കൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാണ്? താങ്കൾ അല്പം മുമ്പ് കീഴടങ്ങിപ്പോയ ആളല്ലേ? ഗോപികൃഷ്ണന്റെ ചോദ്യത്തിന് കീഴടങ്ങിപ്പോയ താങ്കൾ എന്റെ ചോദ്യം എന്നോട് ഞാൻ ശ്രീ അനിൽകുമാറിനോട് ഒരു കാര്യം, ഒരു മിനിറ്റ്. ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രി മുൻകാലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളുടെ പണം അത് വ്യക്തിപരമായി എടുത്തതാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ആ കാര്യമാണ് ഞാൻ ഡോക്ടർ ജിൻഡോയോട് ചോദിക്കുന്നത്. അങ്ങനെ ശീലമുള്ള മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് ഇതൊരു സ്പോൺസേർഡ് യാത്രയാണ് എന്ന ആരോപണം നിങ്ങൾക്ക് അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കാൻ കഴിയുക എന്ന വളരെ കൃത്യമായ ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതിനുള്ള മറുപടി തന്നെയാണ് മറുപടി പറയുന്നത്. ഞാൻ പറയട്ടെ, എന്റെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ താങ്കൾ ഇടപെടും. ഞാനൊന്ന് പറയട്ടെ അനിൽകുമാറെ, നഷ്ടത്തിലായ എക്സാലോജിക്ക് അപ്പൊ പിന്നെ വരുമാന മാർഗമില്ല. പെൻഷൻ കാശ് കൊണ്ട് കമ്പനി തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ പെൻഷൻ കാശ് ബാക്കിയില്ല. പിന്നെ മുഖ്യമന്ത്രി താങ്കൾക്ക് സമയം തന്നപ്പോൾ താങ്കൾ സംസാരിക്കുക. എന്റെ സമയത്തിൽ ഇടപെടല്ലേ? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. എനിക്ക് അധികം സമയം വേണ്ടെന്നേ. എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളൂ. ഞാനത് പറഞ്ഞ് പൂർത്തിയാക്കിക്കോളാം. അത് കഴിഞ്ഞ് താങ്കൾ ഇടപെട്ടുള്ളൂ. എക്സാലോജിക് കമ്പനി നഷ്ടത്തിലാണ്, അതുകൊണ്ട് അവിടെ വരുമാനമില്ല, അത് പൂട്ടിപ്പോയി എന്നാണ് വീണ വിജയൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ ഭാര്യയുടെ പെൻഷൻ കാശ് എടുത്ത് കമ്പനിയും തുടങ്ങി. അപ്പോൾ ആ പണവും നഷ്ടപ്പെട്ടു. പിന്നെ ആകെയുള്ള വരുമാന മാർഗം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളാണ്. അങ്ങനെ ഇരിക്കെ അവരിങ്ങനെ വിദേശയാത്ര നടത്തുമ്പോൾ സ്പോൺസർ ഉണ്ടോ എന്ന് കേരളത്തിലെ പ്രതിപക്ഷം, മാധ്യമങ്ങൾ, പൊതുസമൂഹം ചോദിക്കുന്നതിൽ എന്ത് തെറ്റുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇനി ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. ഇവരുടെ സ്വന്തം പണം കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു, കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് 19 ദിവസക്കാലം വിദേശ യാത്ര നടത്താനും ഇത്തരം സുഖലോലുപതയോടെ വിശ്രമ ജീവിതം നയിക്കാനുമുള്ള പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഉത്തരം നിങ്ങൾ പറയണം. ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ പാർട്ടി മെമ്പർമാരോട് പറയണം. രണ്ടാമത്, നിങ്ങളുടെ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ യാത്ര നടത്തുന്നതെങ്കിൽ ഈ പാർട്ടിയിലെ സാധാരണപ്പെട്ട മനുഷ്യർ ഈ സംസ്ഥാനത്തെ വലിയ ദുരിതം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് മാത്രം 19 ദിവസത്തെ വിശ്രമ ജീവിതം അനുവദിച്ചാൽ പോരാ, മുഴുവൻ ആളുകൾക്കും കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ സംസ്ഥാനത്ത് ഒരുക്കി കൊടുക്കണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. മൂന്നാമത്, സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വലിയ സാമ്പത്തിക ദുര്യോഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ ഈ യാത്ര അനഭിലഷണീയമാണ് എന്നുള്ള ഞങ്ങളുടെ വാദം നിൽക്കുന്നത്. ഇനി ഞാൻ അതവിടെ നിർത്തുക. അടുത്ത ചോദ്യം ഗോപി എന്നോട് ചോദിച്ചത്, മുഖ്യമന്ത്രി പോയതിൻ്റെ ആളുകളെ, ജനങ്ങളെ അറിയിക്കാതെ പോയതിലെ മര്യാദ ലംഘനം ഒഴിച്ച് ബാക്കി എന്താണ് എന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം വിദേശ യാത്ര നടത്തിയപ്പോൾ EP ജയരാജന് ചാർജ് കൊടുത്തിട്ട് ക്യാബിനറ്റ് മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരുന്നത് EP ജയരാജൻ
ജയരാജനല്ലേ? എന്തുകൊണ്ട് അന്ന് കേരളത്തിൽ സാങ്കേതിക വിദ്യ വികസിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് എന്തുകൊണ്ട് ചാർജ് കൊടുത്തിട്ട് പോയത്? അന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങളും പൊതുസമൂഹത്തെ അറിയിച്ചു കൊണ്ടുപോയത്? ഇപ്പോൾ ഈ 19 ദിവസത്തെ യാത്ര മറ്റെന്തോ ഗൂഢലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതൊരു വിനോദയാത്രയാണോ? വിനോദയാത്രയാണെങ്കിൽ ഇങ്ങനെ വിനോദയാത്ര നടത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറ്റിയ സന്ദർഭമാണോ എന്ന് കൂടി പറയണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ വലിയ ദുര്യോഗങ്ങൾ, ദുരവസ്ഥ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും മാത്രം വിനോദയാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ അതും ഒരു മര്യാദയുടെ ലംഘനമായിട്ട് ഗോപി ഞങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഇനി അടുത്തത്, പാർട്ടി പറഞ്ഞാൽ അത് അപ്പാടെ അനുസരിക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നാണ് അനിൽകുമാർ പറയുന്നത്. ഈ LDFന്റെ കൺവീനർ പറഞ്ഞത് പിണറായി തീരുമാനിക്കും, അത് കഴിഞ്ഞിട്ട് അത് പാർട്ടി തീരുമാനിക്കും, അത് കഴിഞ്ഞിട്ട് അത് ഗവൺമെന്റ് തീരുമാനിക്കുമെന്നാണ്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും. തീരുമാനം ആദ്യം എടുക്കുന്നത് പിണറായി വിജയനാണ്, പിന്നെ അത് പാർട്ടി അനുസരിക്കും, പിന്നെ അത് സർക്കാർ നടപ്പാക്കും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് EP ജയരാജന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്. അടുത്തത്, താങ്കൾ എന്നോട് ചോദിച്ചത്, അനിൽകുമാർ എന്നോട് ചോദിച്ചത്, ജിൻഡോ അതായത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് മര്യാദയുണ്ടോ എന്ന്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടാത്തതിനെ കുറിച്ച് പറയാതെ പോകുന്നത്. അത് എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് എന്റെയും തന്റെയും താങ്കളുടെയും ഈ ചർച്ച കാണുന്ന ആളുകളുടെ മുഴുവൻ നികുതി പണം ശമ്പളമായും ആനുകൂല്യമായും കൊടുത്ത് ഡൽഹിയിൽ പ്രതിഷ്ഠിച്ച KV തോമസിനോടും വേണു രാജാമണിയോടും സമ്പത്തിനോടും ചോദിക്കണം. അവർ ശമ്പളം വാങ്ങി ചെയ്യാത്ത പണി എന്നോട് ചോദിക്കരുത്. ഈ